ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നമ്മൾ കാഞ്ഞങ്ങാട് റീച്ച് ആയിട്ടുണ്ട്. വെളുപ്പിന് 7:45 നമ്മൾ എത്തിയത്. എത്തിയ ഉടനെ നമ്മൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷനായി ഒരു 5 മിനിറ്റ് അവിടെ നിന്നു. നമ്മളെ വിളിക്കാൻ അമ്മ വരും. അമ്മ വരുമ്പോൾ തന്നെ ലേറ്റ് ആവും. അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ 2 മണിക്കൂർ യാത്രയുണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട്. വീട്ടിൽ നിന്ന് വരാൻ ബസ്സൊന്നുമില്ല, പിന്നെ ടൗണിലോട്ട് വരണം. ടൗണിൽ നിന്ന് ബസ്സിന്റെ സമയം 7 മണിയൊക്കെ ആകുമ്പോഴാണ്. പിന്നെ വീട്ടിൽ നിന്ന് വണ്ടി വിളിച്ച് ടൗണിലെത്തി ബസ് പിടിച്ച് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരണം. ഇത്തവണ നമ്മൾ ട്രെയിൻ നേരത്തെ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ 9:30 ആകുമ്പോഴേ കാഞ്ഞങ്ങാട് എത്തുള്ളായിരുന്നു. അപ്പോൾ അമ്മയും ആ കണക്കൂട്ടലിലായിരുന്നു നിന്നത്. പക്ഷെ നമ്മൾ നേരത്തെ എത്തി. അങ്ങനെ നമ്മൾ ഇറങ്ങിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോയി. പിന്നെ നമ്മൾ മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ചായയും കടിയൊക്കെ മേടിച്ച് കഴിച്ചു. ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബണ്ണ് പോലത്തെ സാധനം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടാണ് അത് ടേസ്റ്റ് ചെയ്യണത്. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അമ്മേനെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ 1/4 മണിക്കൂറോളം അമ്മേനെ വെയിറ്റ് ചെയ്തു. ചേട്ടന് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ പരിചയക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായെങ്കിലും നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ വീട്ടിലോട്ട് ഇങ്ങനെ വരണത്. നമ്മൾക്ക് തന്നെ സ്റ്റേഷനിൽ ഇറങ്ങി ബസ്സും പിടിച്ച് പോവാന്നതേ ഉള്ളൂ. പിന്നെ ലഗേജും കുഞ്ഞും ഉള്ളതുകൊണ്ട് അമ്മ വരാമെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടനും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ബസ്സിൽ പോകണത്, ലഗേജും കുഞ്ഞൊക്കെ ആയി, കുഞ്ഞിനെ അമ്മ നോക്കിക്കൊള്ളുമല്ലോ, നമുക്ക് ലഗേജൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അമ്മേനെ വെയിറ്റ് ചെയ്തേ അമ്മ എത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് 2023 വീട്ടിലോട്ട് വരണത്, ശിഖക്കുട്ടിയുടെ 2nd ബർത്ത്ഡേക്ക്. അപ്പോഴൊരു മാർച്ച് മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വീട്ടിലോട്ട് വന്നത്. പിന്നെ ഇവിടുത്തെ തെയ്യമൊക്കെ കണ്ട് ശിവക്കുട്ടിയുടെ 2nd ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. അങ്ങനെ നമ്മൾ 10 ദിവസം നിന്നിട്ടാണ് വീട്ടിലോട്ട് പോയത്. പിന്നെ ഇപ്പോഴാണ് വീട്ടിലോട്ട് വരണത്. ഈ വീട്ടിലോട്ട് പോയത്, ഈ വീട്ടിലോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ വീട്ടിലോട്ട് പോയതും ഈ വീട്ടിലോട്ട് വന്നതുമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അമ്മ വന്നു, കുഞ്ഞിനെയൊക്കെ എടുത്തു. അമ്മയ്ക്ക് നല്ല സന്തോഷമായി കുഞ്ഞിനെയൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതേ ഓട്ടോ കയറി ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണേ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 5 മിനിറ്റത്തെ യാത്ര. പിന്നെ സ്റ്റാൻഡിലെത്തി നമുക്കൊരു ബസ് കിട്ടി. അങ്ങനെ ബസ് കയറി. ബസ്സിൽ തന്നെ നമുക്കൊരു 1.5 മണിക്കൂർ ഇരിക്കണം. ആകെ ഒരു തലവേദനയും ഇഷ്ടമൊക്കെ ആയി. അങ്ങനെ ബസ് യാത്രയ്ക്കൊടുവിൽ നമ്മൾ പാണത്തൂർ എത്തി. പാണത്തൂർ ഇറങ്ങി നേരെ നമ്മളൊരു ഹോട്ടലിൽ കയറി. അവിടെ പോയി ഫ്രഷ് ആയി നമ്മൾ രാവിലത്തെ കാപ്പി കുടിക്കാൻ കയറി. നമ്മൾ കയറിയപ്പോൾ തന്നെ ഏകദേശം 11:30 ആയി. അതുകൊണ്ട് കാപ്പിയൊക്കെ ഏകദേശം തീർന്നായിരുന്നു. എന്നിട്ട് ഞാനും അമ്മയും ദോശയും മുട്ടക്കറിയും പറഞ്ഞു. ചേട്ടൻ പൊറോട്ടയും ചിക്കൻ സുക്കയും പറഞ്ഞു. ചിക്കൻ സുക്ക അത് ഇവിടുത്തെ ഒരു വെറൈറ്റി സാധനമാണ്. ചിക്കനൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങയൊക്കെ വറുത്ത് തോരൻ പരുവത്തിൽ വെക്കും. അതായത് ഇവിടുത്തെ വറവ്. ഇവിടെ ഉള്ളവർക്കെല്ലാം വറവാണല്ലോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് ചായയെല്ലാം കുടിച്ച് ശിവക്കുട്ടി ഒരു ഗ്ലാസ് പാലും മുട്ടയൊക്കെ കഴിച്ചു. അമ്മ ശിവക്കുട്ടീനെ കൊണ്ട് ബേക്കറിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി അവിടെ നടക്കാൻ പോകുന്നത് ഒരു യുദ്ധമാണ്. പിന്നെ ആ ചില്ലുംകൂടിൽ കാണുന്ന എല്ലാം അവക്ക് വേണം. അമ്മയ്ക്ക് പിന്നെ ഒരേ കുഞ്ഞുള്ളതുകൊണ്ട് എല്ലാം വാങ്ങിച്ചങ്ങ് കൊടുത്തു. അങ്ങനെ എല്ലാം മേടിച്ച് എള്ളുകൊച്ചിയിലോട്ട് പോവാണ്. എള്ളുകൊച്ചി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളും നമ്മുടെ ഹോം ടൗൺ ആണ്. ഞാൻ ഈ കാണിക്കുന്നതാണ് കേരള കർണാടക ബോർഡർ. ഇനി നമ്മൾ കയറി പോണത് കർണാടകയിലോട്ടാണ്. അങ്ങനെ എള്ളുകൊച്ചിയിലോട്ട് പോകാൻ ഒരു 1/2 മണിക്കൂറത്തെ യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ സ്കൂളും നമ്മുടെ ഫ്രണ്ട്സിന്റെ വീടും സ്ഥലങ്ങളും എല്ലാം ചേട്ടനത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞാൻ ഈ പാണത്തൂരിൽ നിന്ന് ഓട്ടോ പിടിച്ചത് നമ്മൾ എള്ളുകൊച്ചി വരെ പോവുള്ളൂ. എള്ളുകൊച്ചിയിൽ നമ്മൾ വേറെ വണ്ടി വിളിച്ചിട്ടാണ് പോണത്. ഈ കാണുന്നതാണ് എള്ളുകൊച്ചി. ഇതുവഴിയൊക്കെയാണ് നമ്മൾ സ്കൂളിലോട്ട് പോണത്. രാവിലെ ഒരു 7:30 7:45 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. 9 മണിയാകുമ്പോൾ സ്കൂളിലെത്തും. അതെല്ലാം ഒരു ഓർമ്മകളായി മാറിയപ്പോൾ ചെറിയൊരു വിങ്ങൽ. അങ്ങനെ നമ്മൾ എള്ളുകൊച്ചി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇതാണ് ലാസ്റ്റ് വണ്ടി. ഈ പോകുന്ന വഴിയൊക്കെ നമ്മൾ നടന്ന് സ്കൂളിലോട്ട് വരുന്നതായിരുന്നു. ഒരു നേരമല്ല, രാവിലെയും വൈകിട്ടും. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല, എല്ലാം അതേപോലെ തന്നെ. ഒരു മലയുടെ മണ്ടയിലാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ ഒരു സ്വർഗമാണ്. ഞാൻ പാണത്തൂരിൽ നിന്ന് വരുമ്പോൾ ചെക്ക് പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അവിടെ നിന്നാണ് കൂർഗ് തുടങ്ങണത്. ചിലവർക്കൊന്നും കൂർഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊടക്. എള്ളുകൊച്ചിന്ന് തൊട്ട് മുമ്പിലോട്ട് വളവ് തിരിഞ്ഞ് നമ്മൾ മേളിലോട്ട് വന്നു. അതിനങ്ങോട്ട് പോയാൽ ഭാഗമണ്ഡല, തലക്കാവേരി, മടിക്കേരിയൊക്കെ കാണാം. നമ്മളുടെ ഗ്രാമത്തിന്റെ പേര് കരിക്കേന്നാണ്. അങ്ങനെ തെയ്യത്തിന്റെ അനൗൺസ്മെന്റ് ഒക്കെ പോകുന്നുണ്ട്. ചില റോഡൊക്കെ കുത്തനെ ആയതുകൊണ്ട് ഓട്ടോയിൽ ലഗേജും ആൾക്കാരും കയറൂല. അതുകൊണ്ട് നമ്മൾ 2 പേരും ഇറങ്ങി നടക്കുകയാണ്. ശിഖക്കുട്ടിയും അമ്മയും ലഗേജൊക്കെ ഓട്ടോയിൽ. ഇങ്ങനെയൊക്കെ തന്നെ. ജീപ്പാണെങ്കിൽ ഇത്തിരിയെങ്കിലും കയറും. ഓട്ടോറിക്ഷയൊക്കെ പാടാണ് കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ റേഷൻ കട എള്ളുകൊച്ചിയിലാണ്. അങ്ങനെ എള്ളുകൊച്ചിയിൽ നിന്ന് സാധനങ്ങളൊക്കെ പിടിച്ച് എല്ലാവരും ജീപ്പിൽ ഇങ്ങനെയാണ് നമ്മളെല്ലാവരും വരുന്നത്. എൻ്റെ ജീവിതം പോയെന്ന് പറഞ്ഞ് ചേട്ടൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇതൊന്നും ശീലമില്ലാത്തതുകൊണ്ടാണ്. ഈ പറയുന്ന പോലെ ചേട്ടൻ അവിടെ നടക്കുകയൊന്നും ഇല്ലല്ലോ. ബൈക്കിലല്ലേ 24 മണിക്കൂർ യാത്ര. അതുകൊണ്ടാണ് നടക്കാനൊക്കെ ഒത്തിക്കൂടെ പാട്. അങ്ങനെ ഓട്ടോ ഇടയ്ക്ക് നിർത്തിയും കയറ്റി നമ്മൾ എങ്ങനെയൊക്കെയോ. ഇതാണ് നമ്മുടെ നാളെ തെയ്യം നടക്കാൻ പോകുന്ന അമ്പലം. ഈ അമ്പലം നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. സ്ഥലം മുണ്ടസ്ഥാനമാണ്. അമ്പലത്തിന് തൊട്ട് മുകളിൽ കുത്തനെയുള്ള കയറ്റമാണ്. അവിടെ ഓട്ടോ നിർത്തി ഞാനും ചേട്ടനും ഇറങ്ങി നടന്നു.
പണ്ട് ഓടിക്കളിച്ച് നടന്നത് പോലെയല്ല ഇപ്പോൾ ഒട്ടും കുന്ന് കയറാൻ പറ്റുന്നില്ല. തടിയൊക്കെ കൂടുതലായത് കൊണ്ടായിരിക്കും. പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇരുന്ന് തീറ്റ തന്നെയാണല്ലോ. അങ്ങനെ പിന്നെ ഇത് തേനീച്ച കൂടാണെന്ന് വിചാരിച്ചു, പക്ഷെ അത് കടന്തൽ കൂടാണ്. ഈ താഴെ വീട് കാണുന്നില്ലേ, ഇതിന് തൊട്ട് മുകളിൽ മൊത്തം ഫോറസ്റ്റ് ആണ്. മൊത്തം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ്. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കണതാണ് മാനി, ദേവപ്പാറ മുട്ട എന്നൊക്കെ നമ്മൾ പറയും. ഇത് മൊത്തം കാടാണ്. ഈ റോഡ് സൈഡാണ് ട്രെഞ്ച് ഉള്ളത്. ഇതിന് അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. എന്നാലും നമ്മൾ വെള്ളമൊക്കെ കാട്ടിൽ നിന്നാണ് എടുക്കണത്. പിന്നെ തേനൊക്കെ എടുക്കാൻ പോവും. പിന്നെ അമ്മമാരും കുട്ടികളൊക്കെ ചുള്ളിക്കമ്പൊക്കെ പറക്കാൻ പോവും. മരങ്ങളൊന്നും വെട്ടാൻ എടുക്കാനൊന്നും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റ് ഓഫീസർ വന്ന് നോക്കിയിട്ട് പോവും. ആ കുന്ന് കയറി അവിടുന്ന് താഴോട്ട് ഞാൻ വീഡിയോ എടുക്കാം ഗൈസ്. ചേട്ടൻ നടന്ന് പോകുന്നു. എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ ഇവിടെയൊക്കെ ഓടി നടന്ന് കളിച്ച് വളർന്ന എനിക്ക് നടക്കാൻ വയ്യ. ഇതൊക്കെ തന്നെ നമ്മുടെ റോഡ്. ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഇതൊക്കെ നിസ്സാരമാണ്. പിന്നെ ഇവിടെ മൊത്തം ജീപ്പിന്റെ കളിയാണല്ലോ. പുറത്തുനിന്ന് ആരെങ്കിലും നാട് കാണാൻ വരുമ്പോൾ ഉള്ള റിസ്ക്കേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പണ്ടൊക്കെ ഓടി കളിച്ച് നടന്നിരുന്ന ഞാനാണ്. ഇപ്പൊ എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ. അമ്പലത്തിന് മുകളിലോട്ട് നടക്കാൻ തുടങ്ങിയതാണ്. ഇത് മൊത്തം കുന്നായതുകൊണ്ട് ഓട്ടോ അമ്മയും ശിവകുട്ടി ലഗേജും വന്നു. ഞാനും ചേട്ടനും നടക്കുകയാണേ. അമ്മയും ശിവകുട്ടി അവിടെ നിൽപ്പുണ്ട്. അവിടെ നിന്ന് താഴോട്ടാണ് നമ്മളെ വീട്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ നിന്ന് താഴോട്ട് വീഡിയോ എടുത്തതാണേ. അങ്ങനെ നമ്മൾ അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്ന് താഴോട്ട് നടന്നു. ഇതാണ് നമ്മളുടെ കുഞ്ഞു റോഡ്. അന്ന് ഈ വഴി പൊതുവഴിയായിരുന്നു. ഈ വഴി കൂടെ നമ്മൾ ഇറങ്ങണം. ഇത് മുള്ളുവേലിയാണ്, മുള്ളുവേലി. ഇത് അപ്പുറത്തെ പറമ്പിൽ മുള്ളുവേലി. ഇത് നമ്മളുടെ വണ്ടി. നമ്മുടെ വണ്ടി താഴോട്ട് പോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അവിടെ കാണുന്നതാണ് നമ്മളെ വീട്. സൂം ചെയ്യട്ടെ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പൊതുവഴിയായിരുന്നു. ഇപ്പോൾ പഞ്ചായത്തുകാർ ഒഴിവാക്കി. അമ്പലം വഴി പോകുന്ന വഴിയാണ് ഇപ്പോൾ പൊതുവഴിയാക്കിയിരിക്കണത്. നമ്മൾ നടന്നു വന്ന വഴി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനിയാണ്. ഈ മാനിയിലോട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്. ആമ്പിള്ളേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരും. നമ്മൾ ഒരു പ്രാവശ്യം പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥയൊക്കെ ലോങ് ആണ്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാതാണ് നമ്മൾ പോയത്. ആ സമയത്ത് ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾക്ക് കുഴപ്പമൊന്നും വന്നില്ല. സേഫ് ആയിട്ടാണ് വീട്ടിലോട്ട് വന്നത്. പക്ഷെ കേൾക്കേണ്ടതൊക്കെ കേട്ടു. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അച്ഛൻ കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്. അച്ഛനൊരു സ്ഥലം വരെ പോകാൻ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ വരണത്. പിന്നെ നമ്മൾ വീട്ടിലെത്തി. ഇനി റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.